എൻ്റെ യൂട്യൂബ് ചാനൽ ആകെ ചത്തിരിക്കുകയാണ്. ഞാൻ അതിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാറില്ല. ഇന്നിപ്പോൾ ഹോളിഡേ ആണ്. 11 മണി വരെ കിടന്നുറങ്ങി. സൂര്യൻ ഉച്ചയിൽ ഉദിച്ച് നിൽക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് എസ്ദാൻ ഒയാസിസിലാണ്, ഖത്തറിൽ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം. നിങ്ങൾ എനിക്കൊരു കൺസിസ്റ്റൻറ്റ് സപ്പോർട്ട് തന്നാൽ ഞാനും വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മോൾ ഇവിടെ രാവിലെ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അത്യാവശ്യം അവളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയപ്പോൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഖത്തറിലെ വിശേഷങ്ങളും എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ റുട്ടീൻ ഇതൊക്കെ വീഡിയോസ് ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന്. ബട്ട് അതിന് നിങ്ങളുടെ കൺസിസ്റ്റൻറ്റ് സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആക്ച്വലി എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമ്മളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറിന് കിട്ടിയ മാംഗോസ് ആണ്. ഇപ്പോൾ മാംഗോസിൻ്റെ സീസൺ ആണല്ലോ, സമ്മറൊക്കെ ആയല്ലോ. ഞാനപ്പോൾ ഒരു സിമ്പിൾ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു മാംഗോ ചിയ പുഡിംഗ്. കണ്ടിട്ട് നല്ല മാങ്ങയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല മധുരമുണ്ട്. അപ്പോൾ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് പൾപ്പ് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ പൾപ്പ് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ അഡീഷണൽ സ്വീറ്റ്നസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ, റൂട്ടീൻ, ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസാക്കി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കിയെടുക്കാമെന്നേ. അപ്പോൾ മാംഗോ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനൊരു ഫ്ലേവറിന് കുറച്ച് ഏലക്ക പൊടിയും അതിനകത്തേക്ക് കുറച്ച് ചിയ സീഡ്സും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഷുഗറോ ഹണിയോ അഡീഷണലായിട്ട് ഒരു സ്വീറ്റ്നസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യാണ്. ഡിഷ് വാഷർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പ് ഡിഷ് വാഷറാണ്. ഇതിനകത്ത് കുറച്ച് ചെറിയ പാത്രങ്ങളൊക്കെ കയറുള്ളൂ. മെയിനായിട്ടും ഈ ചായപാത്രമൊക്കെയാണ് കേട്ടോ. നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് ചെറുത് വാങ്ങിയത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും മോള് അവളുടെ റൂമൊക്കെ ക്ലീൻ ആക്കി. എനിക്കൊരു ഹോം ടൂറൊക്കെ ചെയ്യണമെന്നുണ്ട്, ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ കയറ്റിയെങ്കിലും വലിയ ചില പാത്രങ്ങളുണ്ട്, ഇതുപോലത്തെ കുക്കർ, മിക്സിയുടെ ജാറ്, ഇതൊക്കെ ഞാൻ മാനുവലി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമലി ഞാൻ കിച്ചൺ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ബട്ട് ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ടയർഡായിരുന്നു. ഒന്നും ചെയ്യാനുള്ള എനർജി ഉണ്ടായിരുന്നില്ല, ഉറങ്ങാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നും ചെയ്തില്ല, എല്ലാം അതുപോലെ തന്നെ അവിടെ കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്കിന്ന് ലഞ്ചിലേക്കുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഞാൻ ചോറ് വെക്കുകയാണ്. ചോറും ഒരു ഫിഷ് കറിയാണ് വെക്കുന്നത്. ബാക്കി കുറച്ച് കറികളുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ബ്രൗൺ റൈസ് ആണ് കേട്ടോ വെക്കുന്നത്. ഇനി ഒരു ഫിഷ് കറി വെക്കാൻ പോവാണ്. ഫിഷ് കറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ കിച്ചണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക, അടുത്ത പരിപാടിയിലേക്ക് പോവുക, അത്രയേ ഉള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറികളൊക്കെ വെച്ച് ഞാൻ ടൈം കളയാറില്ല. വല്ലപ്പോഴൊക്കെ ഞാൻ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, ഒരു ഉള്ളി പോലും പൊളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ മുളകിട്ടത്തില്ലേ, അതാണിത്. മീൻ കറി ഇതിലും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുമോ എനിക്കറിയില്ല. നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് ഈ അടുക്കളയിലെ പണികളൊക്കെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോവാം. മീൽസൊക്കെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക, മെഷീൻസിൻ്റെ ഹെൽപ്പ് എടുക്കുക, അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുക്കിങ്ങിന് ആളെ വെക്കുക, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ചോറൊന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കുകയാണ്. ഈ റൈസ് കുക്കർ ഭയങ്കര യൂസ്ഫുള്ളാണ്, പെട്ടെന്ന് ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ ചോറും മീൻകറിയും ആവുന്ന ടൈമിലേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട്, ഒന്ന് ചെറുതായിട്ട് അടിച്ചു വാരി ഇടുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ലോണ്ട്രി പരിപാടികളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണികളൊക്കെ തീരും. പുറത്താണെങ്കിൽ നല്ല ചൂടുണ്ട്, തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നമുക്കിവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാണ്. വിൻ്റർ നല്ല സ്ട്രോങ് ആയിരുന്നു, അപ്പോൾ സമ്മർ എന്താകുമോ. ചോറും മീൻകറി റെഡിയായി. എനിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഈ 80s 90s മൂവീസൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മളുടെ ശ്രീനിവാസൻ, മുകേഷ്, മോഹൻലാൽ കോമഡി മൂവീസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം.
സോ അങ്ങനെ ചോറൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അങ്ങനെ ഡെസേർട്ടും കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് സിനിമയൊക്കെ കണ്ട് റിലാക്സ് ചെയ്തു. പൊതുവേ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ വീടിനുള്ളിൽ ഒരു ഫുഡിൻ്റെ സ്മെല്ല് വരാറുണ്ട്. ആ സ്മെല്ല് മാറാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇത്. ഇതിന് ധൂപ് കോൺസ് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ സാധനം വാങ്ങാറുള്ളത്. ഇത് ക്ലേയുടെ പോലെ ഇങ്ങനെ കത്തിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ നമ്മുടെ എസ്ദാൻ ഓയസിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിങ്ങനെ കുറച്ച് നേരം കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിങ്ങനെ പുകയും. അതിന് നല്ല അടിപൊളി സ്മെല്ലാട്ടോ. വീട് മുഴുവൻ ആ ഒരു നല്ല സ്മെല്ലുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഈവനിങ് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.